മാർച്ച് 12 നോമ്പുകാലത്തെ ആദ്യത്തെ ആഴ്ചയിലെ ബുധനാഴ്ച. ലൂക്ക 11:29 മുതൽ 32 വരെ വാക്യങ്ങൾ. ദൈവ പരിപാലനയിൽ വലിയ വിശ്വാസമുണ്ടായിരുന്ന ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ താമസിക്കുന്ന ഗ്രാമത്തിൽ ഒരു വെള്ളപ്പൊക്കമുണ്ടായി. ചുറ്റും വെള്ളം അലയടിക്കുമ്പോൾ ആ മനുഷ്യൻ വീടിൻ്റെ മേൽക്കൂരയിൽ കുടുങ്ങി. അവൻ മോചനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ തെരുവിലൂടെ ഒരു ചെറിയ ബോട്ട് വന്നു. എന്നാൽ അയാൾ ബോട്ടിൽ കയറാൻ താല്പര്യം കാണിച്ചില്ല. അല്ലാതെ തന്നെ ദൈവം തന്നെ രക്ഷിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ താൻ എവിടെയാണോ അവിടെ തന്നെ തുടരാൻ അയാൾ ആഗ്രഹിച്ചു. താമസിയാതെ വെള്ളം വീടിനെ മുഴുവനും മുക്കുന്ന തരത്തിൽ ഉയർന്നു. അപ്പോൾ ഒരു വലിയ ബോട്ട് അവനെ ഒഴിപ്പിക്കാൻ വന്നു. എന്നാൽ അയാൾ താൻ എവിടെയാണോ അവിടെ തന്നെ തുടരുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. തന്നെ ദൈവം രക്ഷിക്കുമെന്ന്. മഴ തുടർന്നു, വെള്ളമുയർന്നു. വീടിൻ്റെ ചിമ്മിനിയുടെ മുകളിലേക്ക് അയാൾ കയറി. അപ്പോഴതാ ഒരു രക്ഷാ ഹെലികോപ്റ്റർ മുകളിൽ നിന്നൊരു ഗോവണി താഴ്ത്തി അതിൽ കയറാൻ പറഞ്ഞു. പക്ഷെ ആ മനുഷ്യൻ അപ്പോഴും സഹായം നിരസിച്ചു. ദൈവം അല്ലാതെ തന്നെ എന്നെ രക്ഷിക്കുമെന്ന് എനിക്കറിയാം, അദ്ദേഹം പൈലറ്റിനോട് പറഞ്ഞു. എന്നാൽ വെള്ളമുയർന്ന് ആ മനുഷ്യൻ വെള്ളത്തിൽ ഒഴുകിപ്പോയി മുങ്ങി മരിക്കുന്നു. ദൈവം മുമ്പാകെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആകെ ദേഷ്യത്തിലും നിരാശയിലുമാണ്. കർത്താവേ, എനിക്ക് നിന്നിൽ എത്രയധികം വിശ്വാസമുണ്ടായിരുന്നു, എന്നിട്ടും നീ എന്തുകൊണ്ട് എന്നെ രക്ഷിച്ചില്ല? നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതല്ലേ, ദൈവം പറഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത്? 2 ബോട്ടുകളും ഒരു ഹെലികോപ്റ്ററും ഞാൻ അയച്ചു. നമ്മുടെ തെറ്റായ പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം കാണുവാൻ നമ്മെ അന്ധരാക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ തലമുറയെ ദുഷ്ടതലമുറയെന്ന് വിളിക്കുന്നു. കാരണം അത് ഒരു അടയാളം തേടുന്നു. ഈ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട മനുഷ്യനെ പോലെ യേശുവിൻ്റെ സമകാലികരിൽ പലരും അവൻ്റെ വാക്കുകളിലോ അവൻ്റെ അത്ഭുതങ്ങളിലോ പാപങ്ങൾ ക്ഷമിക്കാനുള്ള ശക്തിയിലോ വിശ്വസിച്ചില്ല. അവർ എന്തോ അതിൽ കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഒരു തരത്തിൽ നമ്മുടെ ബോധ്യങ്ങളെ സ്ഥിരീകരിക്കാൻ അടയാളങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. എന്നിരുന്നാലും ദൈവം നൽകുന്ന അടയാളങ്ങൾ നാം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളതല്ലായിരിക്കാം. ഒരുപക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് കർത്താവ് നമ്മെ എങ്ങനെ നയിക്കണമെന്ന് കണ്ടെത്തുന്നതിന് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രാർത്ഥിക്കാനുള്ള കഴിവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെയും അതിൻ്റെ സാഹചര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നത് നാം അവഗണിച്ചാൽ നമ്മുടെ ആത്മാവിലുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ സൂക്ഷ്മതകൾ കണ്ടെത്താൻ സാധ്യതയില്ല. എപ്പോഴും തുറവിയുള്ളവരായിരിക്കുക. ദൈവത്തിൻ്റെ അടയാളങ്ങൾ അപ്പോൾ നമുക്ക് അനുഭവവേദ്യമാകും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.